നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി നൽകിയ പരാതിയിൽ ഉടൻ നടപടിയെന്നാണ് AMMA അഡ്ഹോക് കമ്മിറ്റി അംഗം വിനു മോഹൻ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. അർച്ചന തുടരുന്നുണ്ട്. അർച്ചന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ നടി പരാതിയിൽ തുടരുന്ന പിന്മാറാത്ത ഒരു സാഹചര്യത്തിൽ ഈ നടനോടുള്ള വിശദീകരണം ചോദിക്കലായിരിക്കും അടുത്ത ഘട്ടം. ആ വിശദീകരണം ചോദിച്ചതിന് ശേഷമായിരിക്കും ഈ നടനെതിരെയുള്ള നടപടി എടുക്കുക എന്നാണ് ഇപ്പോൾ വിനു മോഹൻ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ആര്യ, മൂന്നംഗ സമിതി, അതായത് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞ മൂന്നംഗ സമിതി അംഗമാണ് വിനു ആണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി ഈ പരാതിയെ സംബന്ധിച്ച് ലഭിക്കേണ്ടതുണ്ട്. അതിന് അദ്ദേഹത്തെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഡയറക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കൂടി ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ റിപ്പോർട്ട് കൈമാറാനാകൂ എന്നാണ് വിനു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ വിശദീകരണം കൂടി ലഭിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് കൈമാറും. ശേഷം ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഈ നടനെതിരെ എന്താണ് നടപടി എന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സൂചന തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നേയും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നടി ഇത്തരത്തിൽ സെറ്റിൽ നിന്നും തന്നോട് മോശമായി പെരുമാറി ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ താരസംഘടനയായ അമ്മയിൽ നിന്നും കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ സിനിമാ സംഘടനയായ ഈ ഫിലിം ചേംബറിലും ഇത്തരത്തിൽ പരാതി നടി നൽകിയിട്ടുണ്ട്. ഇത് തിങ്കളാഴ്ച ആയിരിക്കും പരിശോധിക്കുക. തിങ്കളാഴ്ച ഫിലിം ചേംബർ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും എന്താണ് നടപടി എന്ന കാര്യത്തിൽ എന്തായാലും അവരും ഈ നടപടിയുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുക. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് താരസംഘടനയൊപ്പം സിനിമാ സംഘടനയുടെ തീരുമാനം. കാരണം നേരത്തെയും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. മാത്രമല്ല ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികൾ സിനിമാ സംഘടനകൾ ഇത്തരത്തിൽ കൈക്കൊള്ളുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും നടനെതിരെ ഒന്നിലധികം പരാതികൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും സംഘടന നീങ്ങുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ചിലപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായേക്കാം. നേരത്തെയും ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ സിനിമാ സെറ്റിൽ നിന്നും വിലക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് എന്തായാലും സാധ്യത. അതേസമയം തന്നെ ഈ പരാതിയിൽ ഇപ്പോൾ എക്സൈസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിനായി വിൻസിയുടെ കുടുംബത്തോട് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി വരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നത് എന്തായാലും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ പരാതി ലഭിച്ചത് ഇപ്പോൾ ഫിലിം ചേംബറിനും ഒപ്പം ഈ താരസംഘടനയായ അമ്മയ്ക്കുമാണ്. എന്തായാലും ഇത് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. നിലവിൽ ഈ മൂന്നംഗ സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നടിയിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ഇനി ലഭിക്കാനുള്ളത് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം മാത്രമാണ്. ആ വിശദീകരണം ലഭിച്ചാൽ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് കൈമാറും. ശേഷം ജനറൽ ബോഡി യോഗം ചേർന്ന് കടുത്ത നടപടി ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ എടുക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നേരത്തെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വിലക്ക് ഏർപ്പാടുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ആര്യ. ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.